നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയത്തിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി. സിനിമാ രംഗത്തെ നിരവധി പേർ താരത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. മലയാള സിനിമയിലെ നിരവധി താരങ്ങളുമായി അടുത്ത സൗഹൃദം സുരേഷ് ഗോപിക്കുണ്ട്. സുരേഷ് ഗോപിയും പാർവതി ജയറാമും വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ചെത്തിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പാർവതിയാണ് സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സിനിമാ ലോകത്തേക്കുള്ള കടന്നുവരവിനെ കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം സുരേഷ് ഗോപി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒരു സിനിമാ നടൻ ആകണം എന്ന ആഗ്രഹം വന്നതോടെ സിനിമാക്കാരുടെ പിന്നാലെ അലച്ചിൽ തുടങ്ങി. നവോദയ അപ്പച്ചൻ സാറിനെയും പുള്ളിക്കാരൻ്റെ മക്കളെയുമൊക്കെ നിരന്തരം കാണുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഫാസിലുമായി പരിചയപ്പെടുന്നതും അടുപ്പത്തിലായതും. ഫാസിൽ എന്നെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ വർക്കൗട്ട് ആയില്ല. ബാലാജിയുടെ നിരപരാധി എന്ന സിനിമയിൽ ചെറിയ വേഷത്തിൽ എന്നെ ട്രൈ ചെയ്തു. പിന്നെ വീണ്ടും നവോദയയുടെ കടാക്ഷം വേണ്ടി വന്നു നടനാകാൻ. നവോദയ അപ്പച്ചൻ്റെ മകനെ എന്നെ വിളിച്ചു. 1 മുതൽ 0 വരെ എന്നെ ചിത്രത്തിൽ അഭിനയിച്ചു. അതിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് താൻ രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലേക്ക് എത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കരിയറിൽ താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും സുരേഷ് ഗോപി അന്ന് പാർവതിയോട് സംസാരിച്ചിരുന്നു. നടനായി തീരണം എന്നായിരുന്നു ആഗ്രഹം. അതിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. സുരേഷ് ഒരു ഭയങ്കര സോപ്പാണെന്നും സിനിമയിലുള്ള എല്ലാവരും പറയാറുണ്ട്. എന്താണ് ഇതിന് കാരണമെന്ന് പാർവതി ചോദിച്ചു. ഞാൻ എത്തിയ പൊസിഷനാണ് പ്രധാന പ്രശ്നം. ഒരു സോപ്പ് ആയതുകൊണ്ടൊന്നും ഈ പൊസിഷനിൽ എത്താൻ പറ്റില്ല. സോപ്പ് മാത്രം സഹായിക്കില്ല. അങ്ങനെയാണെങ്കിൽ സോപ്പും പതച്ച് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്നും സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചു. പാരകൾ ഏറ്റവും കൂടുതലുള്ള രംഗമാണ് സിനിമാ രംഗം. ഇല്ലെന്ന് ആര് പറഞ്ഞാലും സമ്മതിച്ചു തരില്ലെന്നും അന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഞാനാണ്. പാർവതിക്ക് മറിച്ചൊരു അഭിപ്രായമായിരിക്കില്ല എന്നെനിക്ക് നന്നായി അറിയാം. കാരണം നായികമാർക്കിടയിൽ ഏറ്റവും അധികം പാരകൾ വന്നിട്ടുള്ളത് പാർവതിക്കാണ്. പാരകൾക്കെല്ലാം വളരെ കുറച്ചു കാലമേ ദ്രോഹിക്കാൻ പറ്റൂ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിനാൽ തിരിച്ചടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഈ അഭിമുഖം എടുത്ത കാലഘട്ടത്തിൽ സുരേഷ് ഗോപി വിവാഹിതനല്ല. വിവാഹത്തെക്കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട്. ഇതേക്കുറിച്ചും പാർവതി അന്ന് ചോദിച്ചിരുന്നു. തൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യയെക്കുറിച്ച് സുരേഷ് ഗോപി സംസാരിച്ചു. കല്യാണ ആലോചനകൾ വന്നിട്ടുണ്ട്. എൻ്റെ സങ്കല്പത്തിലുള്ള വധു ഇനിയും വന്നിട്ടില്ല എന്ന് പറയാനൊക്കില്ല. ജാതകത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അതൊക്കെ വെച്ച് ഒത്തുവരുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിക്കണം. എൻ്റെ ആഗ്രഹത്തിനൊത്ത ഒരു പെൺകുട്ടി ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. എണ്ണ തേച്ച് കുളിക്കുന്ന, ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇടാത്ത, ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത, മോഡേൺ ലൈഫിനോട് താല്പര്യമില്ലാത്ത ഒരാളായിരിക്കണം. സാരിയോ ചുരിദാറോ ധരിച്ച് എണ്ണ തേച്ച് കുളിച്ച് തുളസിക്കതിരൊക്കെ ചൂടിയ സീതയെ പോലെ പതിവ്രതയായ പെൺകുട്ടിയാണ് തന്റെ സങ്കല്പത്തിലെന്നും സുരേഷ് ഗോപി അന്ന് വ്യക്തമാക്കിയിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.